നമസ്കാരം. വിജയ ആയുർവേദിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹൃദ്രോഗം അഥവാ ഹാർട്ട് അറ്റാക്ക്. ഈ രോഗത്തെ എങ്ങനെ പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നമ്മുടെ തൊടിയിൽ വളരുന്ന മുത്തിൽ അഥവാ കുടകൻ എന്ന് പറയുന്ന ഔഷധം ഉപയോഗിച്ച് ഹൃദ്രോഗം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. രാവിലെ കുടകൻ്റെ ഇല 8 എണ്ണം എടുത്ത് നന്നായി കഴുകി 8 കുരുമുളകും ചേർത്ത് ചവച്ചരച്ച് വെറും വയറ്റിൽ കഴിക്കുക. ഇങ്ങനെ 21 ദിവസം കഴിച്ചാൽ ഹൃദ്രോഗം മാറും. ഹൃദ്രോഗമുണ്ടാകുന്നത് വായു അധികരിച്ച് രക്തം കുറയുമ്പോൾ, അതുപോലെ തന്നെ കൊളസ്ട്രോള്, BP, ഷുഗർ, ഈ രോഗങ്ങളുണ്ടാകുമ്പോൾ ഹൃദയത്തിന് സമ്മർദ്ദമുണ്ടാവുകയും അത് ഹൃദ്രോഗമായിട്ട് മാറുകയും ചെയ്യുന്നു. ഈ രോഗത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി മറ്റൊരു ഔഷധക്കൂട്ട് എന്ന് പറയുന്നത് പൊൻകരണ്ടി വേര്, നീർമരുന്നിൻ തോല്, അതുപോലെ തന്നെ പാച്ചോറ്റിത്തരി, ഇവ മൂന്നും എടുത്ത് 50 ഗ്രാം വീതം നന്നായി കഴുകി ചതച്ച് 8 ഗ്ലാസ് വെള്ളത്തിൽ കഷായം വെച്ച് 2 ഗ്ലാസ്സാക്കി അത് 60 ml വീതം ദിവസവും 3 നേരം കഴിക്കുകയും ചെയ്യണം. ഈ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ പഥ്യം നന്നായി നോക്കണം. ഇറച്ചി, മീൻ, മുട്ട, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, കോളിഫ്ലവർ, ഈ ആഹാരങ്ങൾ തീർച്ചയായിട്ടും ഹൃദ്രോഗികൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം അത് പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ ഹൃദ്രോഗികൾ കഴിക്കുമ്പോൾ ഈ രോഗാവസ്ഥ കൂടും. ഈ രോഗാവസ്ഥ മാറ്റിയെടുക്കണമെങ്കിൽ ഇത്തരം ഭക്ഷണങ്ങളെ മാറ്റി നിർത്താതെ യാതൊരു തരത്തിലും പറ്റത്തില്ല. ഇങ്ങനെ പഥ്യം നോക്കി 21 നേരം മരുന്ന് കഴിക്കുക. 1-2 ദിവസം മരുന്ന് കഴിച്ചുകൊണ്ട് രോഗം പൂർണ്ണമായിട്ടും മാറണമെന്നില്ല. രോഗത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് ഈ മരുന്ന് കുറയുന്നോളം വരെ കഴിക്കുന്നതിന് യാതൊരുവിധ ദോഷങ്ങളും ഇല്ല. അതുകൂടാതെ നമുക്ക് മരുന്നില്ലാത്ത ചികിത്സാരീതികളെക്കുറിച്ചും നമുക്ക് പഠിക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ മുദ്രാചികിത്സയാണ്. മുദ്രാചികിത്സ എന്ന് പറയുന്നത് 108 ഞരമ്പുകളും അതുപോലെ തന്നെ 4448 ഞരമ്പുകളും 72,000 സംതിങ് ഞരമ്പുകളും കൂടുന്നതാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ളത്. അത് ആ ഞരമ്പുകളിൽ കൂടെ ബ്ലഡ് ഒഴുകാതെ വരികയും വായു അതിൻ്റെ കൂടുന്നത് മൂലവും ഈ രോഗം ഉണ്ടാകും. അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മുദ്രാചികിത്സയിലെ അപാൻ വായുമുദ്ര പരിശീലിക്കുന്നത് നല്ലതാണ്. അപാൻ വായുമുദ്ര എന്ന് പറയുന്നത് പഞ്ചഭൂത സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുദ്രാചികിത്സ എന്ന് പറയുന്നത്. നമ്മുടെ പെരുവിരൽ സൂചിപ്പിക്കുന്നത് അഗ്നിയെയും, ചൂണ്ടുവിരൽ സൂചിപ്പിക്കുന്നത് വായുവിനെയും, നടുവിരൽ സൂചിപ്പിക്കുന്ന ആകാശത്തെയും, മോതിരവിരൽ സൂചിപ്പിക്കുന്ന ജലത്തെയും, ചെറുവിരൽ സൂചിപ്പിക്കുന്നത് ഭൂമിയെയുമാണ്. ഈ പഞ്ചഭൂത സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ വായുമുദ്ര ഹൃദ്രോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ഒരു ചികിത്സാ സമ്പ്രദായ രീതിയാണ്. അപാൻ വായുമുദ്ര എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചൂണ്ടുവിരൽ അകത്തേക്ക് മടക്കി പെരുവിരലും നടുവിരലും മോതിരവിരലും കൂടെ ചേർത്ത് പിടിക്കുന്ന, ഇങ്ങനെയാണ് അപാൻ വായുമുദ്ര. അത് 2 കൈയിലും നമ്മൾ പരിശീലിക്കണം. മുദ്ര ചെയ്യുമ്പോൾ കിടന്നോണ്ട് നടന്നോണ്ട് ഒരു കാരണവശാലും ചെയ്യാൻ പാടുള്ളതല്ല. ഇരുന്നുകൊണ്ട് മാത്രമേ ഈ മുദ്ര ചെയ്യാൻ പാടുള്ളൂ. ഈ മുദ്ര 15 മിനിറ്റ് വെച്ച് കാലത്ത്, ഉച്ചയ്ക്ക്, വൈകിട്ട് ഇങ്ങനെയും പരിശീലിക്കാം. അതുകൂടാതെ 45 മിനിറ്റ് സമയവും ഈ മുദ്ര പരിശീലിക്കാവുന്നതാണ്. ഈ മുദ്ര എന്ന് പറയുന്നത് വളരെ മരണത്തിൽ നിന്ന് പോലും ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു മുദ്രയാണിത്, അപാൻ വായുമുദ്ര. ഇത് ഹാർട്ട് അറ്റാക്കിന് മാത്രമല്ല, ഹാർട്ടിൻ്റെ ബ്ലോക്കുകളെ മാറ്റുകയും മുട്ടിന് വേദന, ശ്വാസതടസ്സങ്ങൾ, അതുപോലെ തന്നെ പ്രഷർ, കൊളസ്ട്രോള് എന്നീ രോഗത്തെ പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മുദ്ര ചികിത്സയാണിത്. മുദ്രയുടെ കോഴ്സ് എന്ന് പറയുന്നത് 45 ദിവസം 45 മിനിറ്റ് സമയം ഈ മുദ്ര
ക്കുകയാണെങ്കിൽ രോഗത്തെ പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഈ മുദ്ര കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ സമ്പ്രദായ രീതിയാണ്. ഇതിന് മരുന്നോ പൈസയോ ആവശ്യമില്ല. ഈ മുദ്ര എല്ലാവരും പറ്റുമെങ്കിൽ, ഹൃദ്രോഗമുള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ, പറ്റുമെങ്കിൽ ഈ മുദ്ര ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ പരിശീലിച്ചു തുടങ്ങുക. നന്ദി, നമസ്കാരം.